بسم الله الحمد لله الصلاة والسلام على أصحاب الأجمعين على آل أصحاب الأجمعين أما بعد ബഹുമാനപ്പെട്ട ഉസ്താദുമാരെ, പ്രിയം നിറഞ്ഞ മുത്തഅല്ലിം സുഹൃത്തുക്കളെ, വിധികർത്താക്കളെ, ഇബ്തിഹാജിന്റെ നയനമനോഹരമായ വേദിയിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ആഗതനായതിന്റെ ഉദ്ദേശം ഒരു പ്രസംഗം അവതരിപ്പിക്കുക എന്നതാണ്. എന്റെ വിഷയം നബിയോടുള്ള സ്നേഹം, വിശ്വാസിയുടെ അടയാളം. ഈ വിഷയത്തെ ആസ്പദമാക്കി അല്പം സംസാരിക്കാൻ നാഥൻ തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഇരുളടഞ്ഞ ലോകത്തെ പ്രകാശമായി വന്ന തിരുദൂതരോടുള്ള സ്നേഹം. പ്രിയമുള്ളവരെ, സ്നേഹം എന്നത് വെറും ഒരു വികാരമല്ല, അത് ആത്മാവിന്റെ സംഗീതമാണ്. എന്നാലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്നേഹം എന്നാൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അടങ്ങാത്ത അനുരാഗമാണ്. ഈമാനിന്റെ മാധുര്യം നുകരണമെങ്കിൽ ഹൃദയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം തിരതല്ലണം. ആ സ്നേഹം ഒരു അലങ്കാരമല്ല, മറിച്ച് വിശ്വാസിയുടെ നിലനിൽപ്പിന്റെ ആധാരമാണ്. വിശ്വപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ അരുളുകയുണ്ടായി. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വലിദിഹി വവലിദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാൾക്ക് തന്റെ മാതാപിതാക്കളെക്കാളും സന്താനങ്ങളെക്കാളും സർവ്വ മനുഷ്യരെക്കാളും പ്രിയപ്പെട്ടവൻ ഞാനാകുന്നത് വരെ അവൻ പൂർണ്ണ വിശ്വാസിയാവുകയില്ല. ഇതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ ജീവന്റെ സ്പന്ദനങ്ങളിൽ അവിടുത്തെ സ്നേഹം അലിഞ്ഞു ചേർന്നിരിക്കണം. സ്വഹാബികൾ ഈ സ്നേഹത്തിന്റെ 6 രൂപങ്ങളായിരുന്നു. ഉഹുദ് കളത്തിൽ വെച്ച് പല്ല് തകർക്കപ്പെട്ട പ്രവാചകനെ കണ്ടപ്പോൾ സ്വന്തം ദേഹം പരിചയാക്കി മാറ്റിയ അബൂ തൽഹ റളിയല്ലാഹു അൻഹു, പ്രവാചകന്റെ വേർപാടിൽ നീറിപ്പുകുന്ന ബിലാൽ ഇബ്നു റബാഹ് തങ്ങളും നമുക്ക് കാണിച്ചു തരുന്നത് ആ സ്നേഹത്തിന്റെ വിവിധ രൂപങ്ങളാണ്. സത്യവിശ്വാസി പോലുമല്ലാത്ത ശ്രീനാരായണ ഗുരു പ്രവാചകൻ തിരുമേനിയെ കുറിച്ച് പറഞ്ഞത്, പുരുഷാകൃതി പൂണ്ട ദൈവമോ ദിവ്യാകൃതി പൂണ്ട ധർമ്മമോ കാരുണ്യവാൻ നബി മണിമുത്ത് രത്നമോ. അതേ മദീനയിലെ ആ രാജകുമാരൻ പഠിപ്പിച്ചു തന്നത് വെറുപ്പിന്റെ പാഠങ്ങളല്ല, മറിച്ച് കാരുണ്യത്തിന്റെ ഭാഷയാണ്. ആ കാരുണ്യത്തിന്റെ കടലിൽ കുളിക്കാത്ത ഒരാൾക്കും ഇസ്ലാമിന്റെ സൗന്ദര്യം ദർശിക്കാനാവുകയില്ല. നബിയോടുള്ള സ്നേഹം വെറും ഒരു വാചകടിയിലോ ആഘോഷങ്ങളിലോ ഒതുക്കേണ്ടതല്ല, മറിച്ച് അവിടുത്തെ ചര്യകളെ അഥവാ സുന്നത്തുകളെ ജീവിതത്തിൽ പകർത്തുന്നതിലാണ് യഥാർത്ഥ സ്നേഹം കുടികൊള്ളുന്നത്. ശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബിയെ, താങ്കൾ പറയുക, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നബിയെ പിന്തുടരുവിൻ, എങ്കിൽ അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. അതുകൊണ്ട് ഓരോ വാക്കിലും നോക്കിലും പ്രവൃത്തിയിലും നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയുണ്ടെങ്കിൽ അവിടെയാണ് നബി സ്നേഹം പൂവണിയുന്നത്. അവിടുന്ന് കാണിച്ചു തന്ന വിനയം, ക്ഷമ, സ്നേഹം, വിശ്വസ്തത എന്നിവ നമ്മുടെ ജീവന്റെ ഭാഗമാകണം. അപ്പോഴാണ് നാം യഥാർത്ഥ വിശ്വാസിയാവുകയുള്ളൂ. പ്രിയമുള്ളവരെ, ഇരുളടഞ്ഞ ലോകത്ത് പ്രകാശമായി വന്ന തിരുദൂതരോടുള്ള സ്നേഹം നമ്മുടെ ഖബറിലും പരലോകത്തും നമുക്ക് തുണയാകും. ഒരു